ഒരു കാലത്ത് ലോകത്തെ വിസ്മയിപ്പിച്ചും പുരാതന നാഗരികതയുടെ പാരമ്പര്യത്തിൽ നിന്നും ഇറാൻ എങ്ങനെയാണ് മതനിയമങ്ങളുടെ കർക്കശമായ ചട്ടക്കൂടുകൾക്കുള്ളിലായത്? 1970കളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആധുനിക നഗരങ്ങളിൽ ഒന്നായിരുന്നു ടെഹ്റാൻ. എന്നാൽ ഇന്നെങ്ങനെയാണ് കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ ഗോത്രമത നിയമത്തിലേക്ക് മാറിയത്? ഷാ രാജാവിൽ നിന്നും ആയത്തുള്ള ഖൊമേനിയുടെ മതവിപ്ലവത്തിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? എന്തിനാണ് ഇറാനിലെ ജനങ്ങൾ തങ്ങൾക്ക് ലഭിച്ച ആധുനികവൽക്കരണത്തിൽ നിന്നും മതഭരണം തിരഞ്ഞെടുത്തത്? ഇന്ന് ഇറാൻ നഗരങ്ങളിൽ കേൾക്കുന്ന സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും വേണ്ടിയുള്ള ശബ്ദം ആരംഭിക്കുന്നത് എവിടെ നിന്ന്? ഇതൊക്കെ അറിയണമെങ്കിൽ ഇറാന്റെ രാഷ്ട്രീയത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ചരിത്രത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കണം. പുരാതന പേർഷ്യയുടെ പ്രതാപം. BC 550 സൈറസ് ദ ഗ്രേറ്റ് സ്ഥാപിച്ച അക്കീമിനിഡ് സാമ്രാജ്യം ലോകം കണ്ട ആദ്യത്തെ സൂപ്പർ പവർ ആയിരുന്നു. ലോകത്തിലെ തന്നെ ആദ്യ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ ഭരണാധികാരിയായിരുന്നു സൈറസ്. അടിമമോചനം നടത്തിയും മതസ്വാതന്ത്ര്യം നൽകിയും അദ്ദേഹം ചരിത്രത്തിൽ ഇടം പിടിച്ചു. പിന്നീട് അലക്സാണ്ടർ ചക്രവർത്തിയുടെ അധിനിവേശം മുതൽ മംഗോളിയൻ ആക്രമണം വരെ പേർഷ്യൻ മണ്ണിലൂടെ കടന്നുപോയി. 7-ാം നൂറ്റാണ്ടിലെ അറബ് അധിനിവേശമാണ് പേർഷ്യയുടെ മുഖച്ഛായ തന്നെ മാറ്റിയത്. അതുവരെ സൊറോസ്ട്രിയൻ മതം പിന്തുടർന്നിരുന്ന പേർഷ്യക്കാർ ക്രമേണ ഇസ്ലാം മതം സ്വീകരിച്ചു. എന്നാൽ അറബ് സംസ്കാരത്തിന് കീഴടങ്ങാൻ പേർഷ്യക്കാർ പൂർണ്ണമായും തയ്യാറായിരുന്നില്ല. അവർ തങ്ങളുടെ തനതായ കലയും ഭാഷയും സംരക്ഷിച്ചു പോന്നു. 1501 സഫാവിദ് എംപയർ അധികാരത്തിൽ വരുന്നതോടുകൂടിയാണ് ഷിയ മുസ്ലിം രാഷ്ട്രമായി ഇന്നത്തെ രൂപത്തിലുള്ള ഇറാൻ മാറിയത്. 19-ാം നൂറ്റാണ്ടിലെ ഖജർ വംശത്തിന്റെ കാലത്ത് ഇറാൻ വിദേശ ശക്തികളുടെ പരീക്ഷണശാലയായി മാറി. 1908 ഇറാനിൽ എണ്ണ കണ്ടെത്തിയതോടെ ലോകശക്തികൾക്ക് ഈ മണ്ണ് ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒന്നായി മാറി. 1925 ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന റസ ഖാൻ ഇറാനിലെ അധികാരം പിടിച്ചെടുക്കുന്നു. പഹ്ലവി വംശം സ്ഥാപിക്കുന്നു. അദ്ദേഹം ഇറാനെ പാശ്ചാത്യ രീതിയിൽ മാറ്റിയെടുക്കാൻ ആഗ്രഹിച്ചു. 1930 ഹിജാബ് നിരോധനം കൊണ്ടുവന്നു. 1941 അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് റസ പഹൽവി ഷാ രാജാവായി അധികാരമേറ്റു. ഷാ രാജാവിന്റെ കാലം ഇറാന്റെ സുവർണകാലമെന്നും അടിച്ചമർത്തലിന്റെ കാലമെന്നും ഒരുപോലെ അറിയപ്പെടുന്നു. 1963 അദ്ദേഹം പ്രഖ്യാപിച്ച വൈറ്റ് റവല്യൂഷൻ ഇറാനിലെ സാമൂഹ്യ വ്യവസ്ഥിതിയെ ഉലച്ചു. വൻകിട ഭൂവുടമകളുടെ കയ്യിൽ നിന്നും ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി. സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകി. ഹിജാബ് കർക്കശമായി നിരോധിച്ചു. 1970കളിൽ ഇവിടം യൂറോപ്പിലെ നഗരങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നായിരുന്നു. അങ്ങനെ ഇറാൻ ഒരു ആധുനിക രാഷ്ട്രമായി മാറുകയായിരുന്നു. എന്നാൽ ഈ മാറ്റങ്ങൾ ഒക്കെ തന്നെ നഗരങ്ങളിൽ മാത്രമായിരുന്നു. ഗ്രാമങ്ങളിലെ യാഥാസ്ഥിതികരായ ജനങ്ങൾക്കിതൊക്കെ അവരുടെ മതത്തിനും സംസ്കാരത്തിനും എതിരെയുള്ള യുദ്ധമായാണ് തോന്നിയത്. തുടർന്നാണ് പ്രക്ഷോഭങ്ങളുടെ കാലവും ഖൊമേനിയുടെ ഉദയവും. പ്രക്ഷോഭത്തിന്റെ കാരണങ്ങൾ ഇതൊക്കെയാണ്. സാമ്പത്തിക അസമത്വം. ഷാ രാജാവും തന്റെ കുടുംബവും ആഡംബര ജീവിതം നയിച്ചപ്പോൾ സാധാരണക്കാർ വിലക്കയറ്റവും ദാരിദ്ര്യവും കൊണ്ട് വലഞ്ഞു. 1971 അദ്ദേഹം നടത്തിയ പെർസിപ്പോളിസ് അതിനൊരു ഉദാഹരണം മാത്രമാണ്. ലോക നേതാക്കൾക്കായി നടത്തിയ ആ വിരുന്നിൽ കോടിക്കണക്കിന് ഡോളറാണ് ചിലവാക്കിയത്. കൂടാതെ രാജാവിനെ വിമർശിക്കുന്നവരെ നേരിടാൻ സവാക് എന്ന ഭീകരമായ രഹസ്യ പോലീസ് ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് രാഷ്ട്രീയ പ്രവർത്തകർ ജയിലിൽ അടയ്ക്കപ്പെടുകയും ക്രൂരപീഡനങ്ങൾക്കിരയാവുകയും ചെയ്തു. എന്നാൽ ഏറ്റവും നിർണായകമായത് മതപരമായ കാരണങ്ങൾ തന്നെയാണ്. അയത്തുള്ള ഖൊമേനി എന്ന മതപണ്ഡിതൻ ഷാ രാജാവിനെ അമേരിക്കയുടെ കയ്യിലെ പാവയായി വിശേഷിപ്പിച്ചു. ഷായുടെ ഭരണം അഴിമതി നിറഞ്ഞതും ഇസ്ലാമിക മൂല്യങ്ങൾക്ക് വിരുദ്ധവുമാണെന്ന് ഖൊമേനി പ്രചരിപ്പിച്ചു. 1964 ഖൊമേനിയെ ഇറാനിൽ നിന്നും നാടുകടത്തി. ഇറാഖിലും ഫ്രാൻസിലുമായി കഴിഞ്ഞ ഖൊമേനി കാസറ്റുകളിലൂടെ തന്റെ പ്രസംഗം ഇറാനിലെ ഓരോ പള്ളികളിലും എത്തിച്ചു. ഷായുടെ ആധുനികവൽക്കരണത്താൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ദരിദ്രരും യാഥാസ്ഥിതികരും ഖൊമേനിയെ തങ്ങളുടെ രക്ഷകനായി കണ്ടു. 1976 മുതൽ ചരിത്രം മാറുന്നു. 1978 ഇറാൻ തെരുവുകൾ പ്രക്ഷുബ്ധമായി. ജനുവരിയിൽ ഖൊമേനിയെ വിമർശിച്ചുകൊണ്ട് സർക്കാർ പത്രത്തിൽ വന്നൊരു ലേഖനം വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. അന്നുണ്ടായ വെടിവയ്പിൽ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു. അത് കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് പോയി. ഓഗസ്റ്റിൽ സിനിമാ റെക്സ് എന്ന തിയേറ്ററിന് തീയിട്ട സംഭവത്തിൽ 400-ലധികം പേർ കൊല്ലപ്പെട്ടത് ജനങ്ങളെ കൂടുതൽ രോഷാകുലരാക്കി. 1978 സെപ്റ്റംബർ 8 ബ്ലാക്ക് ഫ്രൈഡേ എന്ന് വിളിക്കപ്പെടുന്ന ദിവസം ആയിരക്കണക്കിന് പ്രതിഷേധക്കാർക്ക് നേരെ സൈന്യം വെടിയുതിർത്തു. അതോടെ ഷാ രാജാവിന്റെ ഭരണം അവസാനിച്ചു. 1799 ജനുവരി 16 ഒരു പിടി ഇറാനിയൻ മണ്ണുമായി ഷാ രാജാവും കുടുംബവും നാടുവിട്ടു.
ഫെബ്രുവരി 1-ന് നീണ്ട 15 വർഷത്തിനു ശേഷം അയത്തുള്ള ഖുമേനി ഇറാനിൽ തിരിച്ചെത്തി. വിമാനമിറങ്ങിയ ഖുമേനിയെ സ്വീകരിക്കാൻ അവിടെ എത്തിയത് 30 ലക്ഷത്തോളം ജനങ്ങളായിരുന്നു. ഏപ്രിലിൽ നടന്ന ഹിതപരിശോധനയിലൂടെ 98% അധികം വോട്ടുകൾക്ക് ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറി. എന്നാൽ വിപ്ലവത്തിൽ പങ്കെടുത്ത കമ്മ്യൂണിസ്റ്റുകാരും ലിബറലുകളും ഉടൻ തന്നെ അരികുവൽക്കരിക്കപ്പെട്ടു. അധികാരം മുഴുവൻ മതനേതാക്കളുടെ കൈകളിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. വസ്ത്രധാരണത്തിലും വ്യക്തിസ്വാതന്ത്ര്യത്തിലുമായിരുന്നു വിപ്ലവത്തിനു ശേഷമുള്ള ആദ്യ മാറ്റങ്ങൾ ഖൊമേനി ഭരണം കൊണ്ടുവന്നത്. ഹിജാബ് നിർബന്ധമാക്കി. ഒരു കാലത്ത് ഫാഷൻ ആഘോഷിച്ചിരുന്ന ടെഹ്റാൻ തെരുവുകളിലെ സ്ത്രീകൾക്ക് കറുത്ത വസ്ത്രങ്ങൾ അണിയേണ്ടി വന്നു. സംഗീതം, സിനിമ തുടങ്ങിയ പാശ്ചാത്യ ആഘോഷങ്ങൾക്ക് നിയന്ത്രണം വന്നു. സ്കൂളുകളിലും ഓഫീസുകളിലും സ്ത്രീകളെയും പുരുഷന്മാരെയും വേർതിരിച്ചു. ഇസ്ലാമിക് റിപ്പബ്ലിക് ഗാർഡ്സ് എന്ന പേരിൽ ഒരു പുതിയ സേന രൂപീകരിച്ചു. അവർ വിപ്ലവത്തിന്റെ കാവൽക്കാരായി മാറി. 1979 നവംബറിൽ അമേരിക്കൻ എംബസി പിടിച്ചെടുക്കുകയും അവരെ ബന്ദിയാക്കുകയും ചെയ്തത് ഇറാന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളെ എന്നേക്കുമായി മാറ്റിമറിച്ചു. ഇത് അമേരിക്ക ഇറാനുമേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുവാൻ കാരണമായി. 1980 തുടങ്ങിയ ഇറാഖ്-ഇറാൻ യുദ്ധം 8 വർഷം നീണ്ടുനിന്നു. ലക്ഷക്കണക്കിന് യുവാക്കൾ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് ഇറാൻ വലിയ മുന്നേറ്റം നടത്തി. പാവപ്പെട്ട കുടുംബങ്ങളിലെ പെൺകുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും സ്കൂളുകളിലും യൂണിവേഴ്സിറ്റികളിലും എത്തി. ഇന്ന് ഇറാന്റെ യൂണിവേഴ്സിറ്റികളിൽ 60% കൂടുതൽ വിദ്യാർത്ഥികൾ പെൺകുട്ടികളാണ്. എന്നാൽ അവർക്ക് ജോലി ചെയ്യാനോ പൊതുരംഗത്ത് ഇടപെടാനോ ഉള്ള സ്വാതന്ത്ര്യവും അവകാശവും വളരെ പരിമിതമാണ്. 45 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് അവിടുത്തെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും വിപ്ലവത്തിനു ശേഷം ജനിച്ചവരാണ്. അവർ ആഗ്രഹിക്കുന്ന മാറ്റമാണ്, സ്വാതന്ത്ര്യമാണ്. 2022 സെപ്റ്റംബർ 22 വയസ്സുള്ള മഹസ അമിനി എന്ന കുർദിഷ് പെൺകുട്ടി തന്റെ തലമുടി പുറത്ത് കണ്ടു എന്ന് പറഞ്ഞ് മൊറാലിറ്റി പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്നു, മർദ്ദിക്കുന്നു, പിന്നീട് മരണപ്പെടുന്നു. ഇത് ഇറാന്റെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. ഈ മരണം ലോകമെമ്പാടും ചർച്ചയായി. ഇറാനിലെ സ്ത്രീകൾ തെരുവിൽ ഹിജാബുകൾ കത്തിച്ചും മുടി മുറിച്ചും പ്രതിഷേധിച്ചു. ഇത് വെറുമൊരു വസ്ത്രസ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സമരമല്ല, മറിച്ച് അഴിമതിക്കും സാമ്പത്തിക തകർച്ചയ്ക്കും മതപരമായ അടിച്ചമർത്തലുകൾക്കും എതിരെ ഒരു ജനത നടത്തുന്ന പോരാട്ടമാണ്. ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഒപ്പം സഞ്ചരിക്കാത്ത ഒരു ഭരണകൂടവും ശാശ്വതമല്ല. ഇനിയെങ്കിലും ഇറാനിൽ സമാധാനമുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.